Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശമാണെന്നും ഔദാര്യമായല്ല അത് കാണേണ്ടതെന്നും കേന്ദ്ര ന്യൂനപക്ഷകാര്യ ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരോത്പാദന സഹമന്ത്രി ജോർജ് കുര്യൻ അങ്കമാലിയിൽ CBC ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാനമന്ത്രി വെക്കുന്ന ഒരു ലക്ഷ്യം 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുക എന്നുള്ളതാണ്. അത് പ്രധാനമന്ത്രിയുടെ വിഷനും മിഷനുമാണ്. 2047 വികസിത രാജ്യമായിട്ട് മാറുന്ന അവസരത്തിൽ ഇന്ന് നമ്മൾ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ആരായിരുന്നു വികസിത രാജ്യമാണ്? അവരുടെ ജനസംഖ്യ എത്രയാണ്? 6 കോടി. നമ്മുടെ ജനസംഖ്യ 145 കോടി. അതുകൊണ്ടാണ് 5ാം സ്ഥാനത്തെത്തിയപ്പോൾ നമ്മൾ തീരുമാനിച്ചു 25 വർഷം കഴിയും അമൃതകാലം എന്നതിന് പേരിൽ നമ്മളൊരു വികസിത രാജ്യമായിട്ട് മാറും എന്ന് നമ്മൾ തീരുമാനിച്ചു. എങ്ങനെയാണ് നമ്മൾ 5ാം സ്ഥാനത്തേക്ക് വന്നത്? സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം, നിരന്തരമായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലം, എല്ലാ ഭരണാധികാരികളുടെയും അധ്വാനത്തിൻ്റെ ഫലം. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ ഭരണാധികാരികൾ മുതൽ സംസ്ഥാന ഭരണാധികാരികൾ മുതൽ കേന്ദ്ര ഭരണാധികാരികൾ വരെയും നിരന്തരമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ്. അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. 8 ലക്ഷം രൂപ വാർഷിക വരുമാനം ഉള്ള ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ 3% പലിശയ്ക്ക് വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അത് എന്തുമാത്രം പ്രയോജനകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുട്ടികളെല്ലാവരും ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വലിയ സംഖ്യ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ബാങ്കുകളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് വളരെ ചെറിയ പലിശയ്ക്ക് 10 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെല്ലാം എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹോമിയോ ക്ലിനിക്ക്, ആയുർവേദ ക്ലിനിക്ക് എല്ലാം ഇതിന് കൂടെയുണ്ട്. 4 ദിവസം നീണ്ടുനിൽക്കുന്ന ബൃഹത്തായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ MP ബെന്നി ബെഹ്നാൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സാമൂഹ്യമായ സുരക്ഷിതത്വം എല്ലാം സൂചിപ്പിക്കുന്നത് നൽകുന്നത് ഇത്തരത്തിലുള്ള പദ്ധതികളാണ്. പക്ഷെ അതിനെക്കുറിച്ചിട്ടുള്ള വേണ്ട ഒരു അറിവ് പലപ്പോഴും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായും ജനങ്ങളിലേക്ക് അറിവെത്തിക്കുക എന്നത് എപ്പോഴും പരമപ്രധാനമായ കാര്യമാണ്. ജനങ്ങൾക്ക് അറിവുണ്ടാകുമ്പോഴാണ് പദ്ധതി പ്രയോജനപ്പെടുന്നത്. പലപ്പോഴും നമുക്ക് ആവിഷ്കരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായാൽ മാത്രമേ, അതിൻ്റെ നടപടിക്രമങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിലേക്ക് നമുക്ക് അപേക്ഷ പോലും കൊടുക്കാൻ കഴിയും. പദ്ധതികൾ ഒട്ടേറെയുണ്ട്. പക്ഷേ എങ്ങനെയാ പദ്ധതികൾ പ്രയോജനപ്പെടുത്തണം എന്നതിനെക്കുറിച്ചുള്ള പ്രായോഗിക തലത്തിലുള്ള അറിവ് പലപ്പോഴും. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ V പളനിച്ചാമി മുഖ്യപ്രഭാഷണം നടത്തി. CBC കേരള ലക്ഷദ്വീപ് മേഖല ഡയറക്ടർ V പാർവതി, CBC എറണാകുളം ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദു മനാഫ്, ICDS എറണാകുളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ സുധ, മുനിസിപ്പൽ കൗൺസിലർ പോൾ ജോവർ, CDPമാരായ സൗമ്യ വർഗീസ്, സായാഹ്ന തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. 13-14 തീയതികളിലായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിട്ടുണ്ട്. തപാൽ വകുപ്പിന്റെ ആധാർ ക്യാമ്പ് നവംബർ 14 വരെ നടക്കും. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും മറ്റു കലാപരിപാടികളും അരങ്ങേറും. 15-ാം തീയതി വരെയാണ് പ്രദർശനവും ബോധവൽക്കരണ പരിപാടിയും നടക്കുന്നത്. പ്രവേശനം സൗജന്യമായാണ് ഒരുക്കിയിരിക്കുന്നത്. മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ നമ്മൾ താഴെത്തട്ടിലേക്ക് അതിനായിട്ട് വിപുലമായ
ഒരു ക്ലാസ് സജ്ജീകരണങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ 5 ദിവസങ്ങൾ വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്തമായ നമ്മളുടെ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് താഴെത്തട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ അതിനൊരു തലം ഉണ്ടാക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി അതിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരെന്ന നിലയിൽ ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും ഈ ഒരു പരിപാടിയിൽ എല്ലാവരും ആശംസകൾ നൽകുന്നു.